ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 8 വെളിച്ചം പകർന്നവർ. ഖലീഫയുടെ കൊട്ടാരം. അറേബ്യയിലെ ഭരണാധികാരികളായിരുന്നു ഖലീഫമാർ. ഒരിക്കൽ ദൂരദേശത്തു നിന്നും ഒരു സംഘം ആളുകൾ ഖലീഫ ഉമറിനെ കാണാനായി എത്തി. അവർ ഇതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം താമസ സ്ഥലത്ത് ഉണ്ടായിരുന്നുമില്ല. അവർ അദ്ദേഹത്തെ തിരഞ്ഞ് പുറത്തേക്ക് പോയി. ഖലീഫയെ കണ്ടതോടെ അവർ അത്ഭുതസ്തബ്ധരായി നിന്നു. എന്തായിരിക്കും അവരുടെ അത്ഭുതത്തിനും അമ്പരപ്പിനും കാരണം? യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതറിയാനായി നമുക്ക് പാഠം വായിച്ചു നോക്കാം. ഖലീഫയുടെ കൊട്ടാരം. ഒരിക്കൽ ഒരു സംഘം ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. അന്യദേശക്കാരായ അവർ ഏറെ ദൂരം സഞ്ചരിച്ചാണ് അവിടെ എത്തിയത്. അവർ ചുറ്റുപാടും ശ്രദ്ധിച്ചു. നിറയെ കൊച്ചു വീടുകൾ. ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് വഴി തെറ്റിയതാവും. കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. തിരിച്ചു പോയാലോ? മറ്റൊരാൾ പറഞ്ഞു. ഖലീഫയെ കാണാതെ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുമായിരുന്നില്ല. അതാ ചെറിയൊരു കൂര. മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അവർ അയാളോട് ചോദിച്ചു, ഖലീഫ ഉമറിന്റെ കൊട്ടാരം ഏതാണ്? ഇതാ, ഇതുതന്നെ. അയാൾ ആ ചെറിയ വീട് ചൂണ്ടിക്കാണിച്ചു. അവർ വിസ്മയിച്ചു പോയി. അപ്പോൾ നിങ്ങളോ? കൂട്ടത്തിലൊരാൾ ചോദിച്ചു. ഞാൻ ഖലീഫയുടെ ഭൃത്യൻ അസ്ലം. ഖലീഫ ഇവിടെ ഉണ്ടോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ പറ്റുമോ? സംഘത്തലവൻ ആരാഞ്ഞു. ഇല്ല, അദ്ദേഹം പതിവ് യാത്രയ്ക്കായി പുറത്തുപോയിരിക്കുകയാണ്. കൂടെ അകമ്പടിക്കാരും ഉണ്ടായിരിക്കുമല്ലോ. അസ്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ജനസേവനത്തിന് പോകുമ്പോൾ കൂടെ പരിവാരങ്ങൾ പാടില്ല. അതാണ് ഖലീഫയുടെ രീതി. അദ്ദേഹം എപ്പോഴാണ് തിരിച്ചെത്തുക? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അസ്ലമിന്റെ മറുപടി കേട്ട് ഖലീഫയെ കാണാൻ വന്നവർ തിരിച്ചു നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ മരത്തണലിൽ തളർന്നു കിടക്കുന്ന ഒരാളെ അവർ കണ്ടു. അവർ ആ മനുഷ്യന്റെ അടുത്തു ചെന്നു. ഖലീഫ ഉമർ ഈ വഴിയെങ്ങാൻ പോകുന്നത് നിങ്ങൾ കണ്ടോ? അയാൾ മെല്ലെ തലയുയർത്തി നോക്കി. നിങ്ങൾ എവിടുത്തുകാരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ ഇറാഖുകാരാണ്. ഖലീഫയെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. അയാൾ എഴുന്നേറ്റു. ഞാൻ കാണിച്ചു തന്നാൽ പോരെ? വന്നവർക്ക് സന്തോഷമായി. അവർ ഒപ്പം നടന്നു. ആ മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇന്നൊരു തോട്ടം കണ്ടു. ചെടികളാകെ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിന്റെ ഉടമയെ ചെന്നു കണ്ടു. പാവം, വൃദ്ധനും അവശനുമാണയാൾ. അതിനാൽ തോട്ടം നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ആ വൃദ്ധൻ എത്ര സന്തോഷമായെന്നോ. നടന്നു നടന്ന് അവർ ചെന്നു നിന്നത് മുമ്പ് കണ്ട ചെറിയ വീടിന്റെ മുന്നിലായിരുന്നു. നേരത്തെ കണ്ട ഭൃത്യൻ അസ്ലം വാതിൽക്കൽ നിൽപ്പുണ്ട്. വരൂ, നമുക്ക് വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴികാട്ടി പറഞ്ഞു. അസ്ലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ എതിരേറ്റു. അവർ അത്ഭുതത്തോടെ പരസ്പരം നോക്കി. സംഘാംഗങ്ങൾ തമ്മിൽ പറഞ്ഞു, ഖലീഫ ഉമർ. അതെ, ഖലീഫ ഉമർ. അദ്ദേഹം പുഞ്ചിരിച്ചു. മരത്തണലിൽ തളർന്നു കിടന്നിരുന്ന വ്യക്തിയാണ് ഖലീഫ ഉമർ എന്ന് സംഘാംഗങ്ങൾ മനസ്സിലാക്കിയത് എപ്പോഴാണ്? വരൂ, നമുക്ക് വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാമെന്ന് വഴികാട്ടി പറഞ്ഞു. അസ്ലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ എതിരേറ്റു. അപ്പോഴാണ് സംഘാംഗങ്ങൾ ഖലീഫ ഉമറിനെ തിരിച്ചറിഞ്ഞത്.
മരത്തണലിൽ തളർന്നു കിടന്ന അയാൾ ഖലീഫ ഉമർ ആയിരുന്നു. ഖലീഫ ഉമറിന്റെ വേലക്കാരനായ അസ്ലമിനോട് അവർ ചോദിച്ചതെന്താണ്? കൂടെ അകമ്പടിക്കാരും ഉണ്ടാകുമല്ലോ. അപ്പോൾ അസ്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അസ്ലമിന്റെ ചിരിയുടെ അർത്ഥം എന്തായിരുന്നു? എന്തിനായിരിക്കാം അസ്ലം ചിരിച്ചത്? ജനസേവനത്തിന് പോകുമ്പോൾ പരിവാരങ്ങൾ പാടില്ല എന്ന കാഴ്ചപ്പാടാണ് ഖലീഫയുടേത്. ഖലീഫ ഉമറിനെ കുറിച്ച് വന്നവർക്കൊന്നും അറിയില്ലല്ലോ എന്നോർത്താവാം അസ്ലം ചിരിച്ചത്. ഈ പാഠത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? ലളിത ജീവിതം നയിക്കണം, ഓരോ വ്യക്തിയുടെയും ആവശ്യമറിഞ്ഞ് പെരുമാറണം, വിനയത്തോടെ പെരുമാറണം. ഖലീഫ ഉമർ എന്നത് അറേബ്യ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ താമസിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം എവിടെയാണ് താമസിച്ചത്? ഒരു കൊച്ചു വീട്ടിലാണ് താമസിച്ചത്. ഒരു ചക്രവർത്തിയെ പോലെ, ഒരു ഭരണാധികാരിയെ പോലെയാണോ അദ്ദേഹം താമസിച്ചത്? അല്ല. പിന്നെ എങ്ങനെയാണ്? തൻ്റെ നാട്ടിലുള്ള എല്ലാ ജനങ്ങളെയും താൻ ഭരണാധികാരിയാണെന്ന് അറിയിക്കാതെ സേവിച്ചുകൊണ്ട്, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ഉത്തരം കണ്ടെത്താം. നമുക്ക് വഴി തെറ്റിയതാവാം എന്ന് അന്യദേശക്കാർ പറയാൻ കാരണമെന്ത്? എന്തുകൊണ്ടായിരിക്കാം ഇറാഖിൽ നിന്ന് വന്നവർ അങ്ങനെ പറഞ്ഞത്? അറേബ്യയിലെ ഭരണാധികാരിയായ ഖലീഫയുടെ കൊട്ടാരം അന്വേഷിച്ചാണ് അവർ വന്നത്. കൊട്ടാരത്തിന് പകരം നിറയെ കൊച്ചു വീടുകൾ കണ്ടതുകൊണ്ടാണ് വഴിതെറ്റിയതാവാമെന്ന് പറഞ്ഞത്. ഖലീഫ ഉമർ വൃദ്ധനെ സഹായിച്ചതെങ്ങനെ? എങ്ങനെയാണ്? വൃദ്ധന്റെ തോട്ടത്തിലെ ഉണങ്ങിക്കരിഞ്ഞ ചെടികൾ നനയ്ക്കുന്ന ജോലി ഖലീഫ ഉമർ ഏറ്റെടുത്തുകൊണ്ടാണ് വൃദ്ധനെ സഹായിച്ചത്. സന്ദർശകർ ഖലീഫ ഉമറിനെ തിരിച്ചറിഞ്ഞതെപ്പോൾ? എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? സന്ദർശകർ ഖലീഫ ഉമറിനെ കാണാൻ വഴികാട്ടിയോടൊപ്പം മുമ്പ് കണ്ട കൊച്ചു വീടിന്റെ വാതിൽക്കലെത്തി. വഴികാട്ടിയായി വന്ന അദ്ദേഹത്തെ അസ്ലം ബഹുമാനത്തോടെ എതിരേറ്റു. വരൂ, വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അവർ ഉമറിനെ തിരിച്ചറിഞ്ഞത്. ജനസേവനത്തിന് പോകുമ്പോൾ ഖലീഫ പരിവാരങ്ങളെ കൂട്ടാറില്ല. എന്തുകൊണ്ടാവാം? ലളിത ജീവിതം നയിച്ചിരുന്ന ആളാണ് ഖലീഫ ഉമർ. ജനങ്ങളെ സേവിക്കാനായി താൻ പോകുമ്പോൾ തന്നെ സേവിക്കുന്നവരുടെ അകമ്പടി ആവശ്യമില്ല എന്ന് കരുതിയിട്ടാവാം. സംഭവങ്ങൾ ക്രമപ്പെടുത്തി പറയാം. പാഠഭാഗത്തെ ചില സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? മരത്തണലിൽ കിടന്നുറങ്ങുന്നയാളോട് വിവരങ്ങൾ അന്വേഷിച്ചു. കൂടെയുള്ളത് ഖലീഫ ഉമറാണെന്ന് അന്യദേശക്കാർ തിരിച്ചറിഞ്ഞു. അന്യദേശത്തു നിന്ന് വന്നവർ കൊട്ടാരം അന്വേഷിച്ചു നടന്നു. അസ്ലം എന്ന ഭൃത്യനെ കണ്ടുമുട്ടി. അന്യദേശക്കാരായ ചില ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. അസ്ലം ഖലീഫ ഉമറിനെ ബഹുമാനത്തോടെ എതിരേറ്റു. ഇവയിൽ ആദ്യം നടന്ന സംഭവം ഏതാണ്? അന്യദേശക്കാരായ ചില ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. രണ്ടാമത് നടന്നത് ഏതാണ്? അന്യദേശത്തു നിന്ന് വന്നവർ കൊട്ടാരം അന്വേഷിച്ചു നടന്നു. പിന്നെയോ? അസ്ലം എന്ന ഭൃത്യനെ കണ്ടുമുട്ടി. പിന്നെ മരത്തണലിൽ കിടന്നുറങ്ങുന്നയാളോട് വിവരങ്ങൾ അന്വേഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഏതാണ്? അസ്ലം ഖലീഫ ഉമറിനെ ബഹുമാനത്തോടെ എതിരേറ്റു. കൂടെയുള്ളത് ഖലീഫ ഉമറാണെന്ന് അന്യദേശക്കാർ തിരിച്ചറിഞ്ഞു. വിവരിക്കാം. ഖലീഫ ഉമറിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് നിങ്ങൾക്കിഷ്ടമായത്? വിവരണം തയ്യാറാക്കൂ. അറേബ്യയുടെ ഭരണാധികാരിയായ ഖലീഫ ഉമർ ജനങ്ങളുടെ പ്രയാസങ്ങൾ നേരിട്ടറിയാൻ ഒറ്റയ്ക്കിറങ്ങി തിരിച്ച ആളാണ്. കൊട്ടാരത്തിൽ കഴിയാമായിരുന്നിട്ടും ഒരു കൊച്ചു വീട്ടിലാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. ജനങ്ങളുടെ വിഷമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വളരെ പെട്ടെന്ന് അത് പരിഹരിക്കും. മനുഷ്യർക്ക് മാത്രമല്ല, മറ്റൊരു ജീവിക്കും
തൻ്റെ ഭരണകാലത്ത് പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു. ലളിതമായ ജീവിതം നയിച്ചുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ സേവിച്ചു. സംഭാഷണം എഴുതാം. ഖലീഫ ഉമറിനെ തിരിച്ചറിഞ്ഞ ശേഷം കാണാനെത്തിയവർ തമ്മിൽ നടന്നിരിക്കാനിടയുള്ള സംഭാഷണം എഴുതുക. എന്തായിരിക്കാം അവർ തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക? ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ ഉമർ ആണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എത്ര വിനീതനാണ് അദ്ദേഹം! ഒരു ഭരണാധികാരിക്ക് ഇങ്ങനെയൊക്കെ ആവാൻ സാധിക്കുമോ? ഇദ്ദേഹത്തെ പോലെ മറ്റാരും ഉണ്ടാവില്ല, തീർച്ച. ഉമറിനെ കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. നമ്മുടെ ആവശ്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, ശരിയാണ്. മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി വേണ്ടതുപോലെ പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം. ഇതുപോലെ ഒരു ഭരണാധികാരിയെ കിട്ടിയ ഈ നാട്ടിലെ ജനങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഖലീഫയെ കാണാൻ വന്നത് ഒരു സംഘം ആളുകളാണ്. സംഭാഷണം എഴുതുമ്പോൾ നമുക്ക് സന്ദർശകൻ 1, സന്ദർശകൻ 2, സന്ദർശകൻ 3 എന്ന രീതിയിൽ നമ്പർ ഇട്ടിട്ട് അവരുടെ സംഭാഷണങ്ങൾ എഴുതാവുന്നതാണ്. കുറിപ്പ് തയ്യാറാക്കാം. ഖലീഫയെ കണ്ടു മടങ്ങിയ ദിവസം കാണാനെത്തിയവരിൽ ഒരാൾ എഴുതി തുടങ്ങിയ അനുഭവക്കുറിപ്പ് പൂർത്തിയാക്കുക. ഞങ്ങൾ ഖലീഫയെ കാണാൻ പുറപ്പെട്ടു. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹായി അസ്ലം ഖലീഫ ജനസേവനത്തിന് പോയതാണെന്ന് പറഞ്ഞു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം അദ്ദേഹം ഒറ്റയ്ക്കാണ് ജനസേവനത്തിന് പോകുക എന്നതാണ്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഏകനായി പോകുക എന്നത് ഇന്ന് ആലോചിക്കാൻ കൂടി കഴിയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ച് പുറത്തിറങ്ങി. കുറേ ദൂരം നടന്നപ്പോൾ മരച്ചുവട്ടിൽ തളർന്നു കിടക്കുന്ന ഒരാളെ കണ്ടു. അദ്ദേഹമാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന ഖലീഫ ഉമർ എന്ന് പിന്നീടാണ് മനസ്സിലായത്. അദ്ദേഹത്തിന്റെ ലാളിത്യവും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാനുമുള്ള താല്പര്യവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. വൃദ്ധനും സഹായികൾ ആരുമില്ലാത്തവനുമായ ഒരാളുടെ പരന്നുകിടക്കുന്ന തോട്ടം നനയ്ക്കുക എന്ന ജോലി സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്ന ഖലീഫ ഉമറിനെ മനസ്സുകൊണ്ട് നമിച്ചു. അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് പരമഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. പദശേഖരം. ഭൃത്യൻ, വേലക്കാരൻ, അകമ്പടി, അംഗരക്ഷകർ, പരിവാരങ്ങൾ, സൈന്യം, ആഗതർ, വന്നുചേർന്നവർ. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്നറിയിച്ച എല്ലാവർക്കും നന്ദി. 1 മുതൽ 7 വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. 1ഉം 2ഉം ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.